ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അനീഷിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഏജനറ്റ് ന്യൂസ് ഉള്ളത്. ഇവിടെ സന്ദർശനത്തിന് എത്തിയതാണ് സി കെ ജാനു ഏജനറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിരന്തരമായി ആറളം ഫാമിൽ ഈ സംഭവം ഉണ്ടാവുകയാണ്. നിരവധി മനുഷ്യർ കൊല്ലപ്പെടുന്നു, അതുപോലെ തന്നെ വിവിധ തരത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു. എങ്ങനെയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം? എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആനമതിൽ കെട്ടി ഇതിനകത്തുള്ള ആനയെ എപ്പോഴും പുറത്തേക്ക് തുരത്തണം. ഈ ആനേനെ ഇതിൻ്റെ അകത്തുനിന്ന് തുരത്താതെ ഇതിനകത്ത് തന്നെ ഇടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ വനം വകുപ്പിൻ്റെ ആളുകളോട് ആനേനെ പറഞ്ഞാൽ അവർ വരും, ഒരു പടക്കം പൊട്ടിക്കും. ഇടവഴിയിലൂടെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആന കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ നോക്കുന്നില്ല, അതിന് ഓടിക്കാൻ നിൽക്കുന്നില്ല. ഈ പാമ്പിൻ്റെ അകത്തുനിന്നേ ആനേനെ പുറത്താക്കണം. ഈ പാമ്പിൻ്റെ അകത്തുനിന്ന് അവർ പുറത്താക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ കുറേ സ്ഥലത്ത് പ്ലോട്ടുകൾ വേറെ വേറെ ഉള്ളതുകൊണ്ട് ഇപ്പുറത്തെ പ്ലോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റും, അപ്പുറത്തെ പ്ലോട്ടിലാകുമ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റും. ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ആനേനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പണി അവർ ചെയ്യുന്നില്ല. അതാണ് ശരിക്കും ഇമ്മീഡിയറ്റിലായിട്ട് ഇപ്പോൾ ചെയ്യണം. അതിനോടൊപ്പം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ആനമതിൽ കെട്ടി ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ശരി, ആനമതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആനമതിൽ നിർമ്മാണം ഇപ്പോൾ 3 or 4 കോൺട്രാക്ടർമാരാ. ഒരു കോൺട്രാക്ടർ പകുതി എടുക്കും, എന്നിട്ട് അയാൾ ഇട്ടിട്ട് പോകും. ഇപ്പോൾ എത്ര വർഷമായി ഈ ആനമതിൽ തുടങ്ങിയിട്ട് തന്നെ 10-11 വർഷമായി. ഇത്ര വേണോ ഇവിടെ ഈ ആനമതിലൊന്ന് കെട്ടിപ്പൂർത്തിയാക്കാൻ? യുദ്ധകാല അടിസ്ഥാനത്തിൽ അവർ വിചാരിച്ചെങ്കിൽ 1 മാസം കൊണ്ട് ഇത് കെട്ടിപ്പൂർത്തിയാക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനവും മെറ്റീരിയൽസും ഗവൺമെൻറ്റിനുണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതിയല്ലോ ശരിക്കും. അപ്പോൾ അത് ചെയ്യാതെ ഇവിടുത്തെ ഈ 17ാമത്തെ ആളെയാണ് ഇപ്പോൾ വീട്ടിൻ്റെ തിണ്ണേന്നാണ് കാല് പിടിച്ച് വലിച്ചിട്ട് നിലത്തടിച്ച് ആന കൊന്നിരിക്കുന്നത്. അത് ഈ പറമ്പിലേക്കോ ഫോറസ്റ്റിലോ പോയിട്ടല്ല. ഫോറസ്റ്റിലാണെങ്കിൽ അവർ ഫോറസ്റ്റിൽ വന്നുകൊണ്ട് എന്ന് പറഞ്ഞ് ഇവരെപ്പോഴും ഒഴിവാകുന്ന ഒരു രീതിയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീട്ടിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരവും കൊടുക്കലില്ല. പുറമേയുള്ള ആളുകൾക്കൊക്കെ നഷ്ടപരിഹാരവും സംവിധാനവും ഒക്കെ ചെയ്യുമ്പോഴും ആദിവാസികൾക്ക് അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഒരു ജാതി വിവേചനം എന്നുള്ള നിലയിൽ തന്നെ ഇതുണ്ട്. അതിനെ ശരിക്കും മാറ്റേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന്. അങ്ങനെ ഒരു വിമർശനത്തിന് എന്താണ് അടിസ്ഥാനം? ജാതി വിവേചനത്തിന്റെ ഭാഗമായി ആറളം ഫാമിലെ ആദിവാസികളെ മാറ്റി നിർത്തുന്നു എന്ന തോന്നൽ, അങ്ങനെ ഒരു നിരീക്ഷണം എന്തുകൊണ്ടാണ്? ആദിവാസി വിവേചനം, ആദിവാസികളോട് കാണിക്കുന്ന ഒരു വിവേചനം, കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തുള്ള ആദിവാസികളോടും ഒരേ വിവേചനം ആദിവാസി ജാതികളോട് കാണിക്കുന്ന ഒരു വിവേചനമുണ്ട്. അത് ശരിക്കും വളരെ ക്ലിയറാണ്. ഇപ്പോൾ പുറമെ എവിടെയെങ്കിലും ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ആദിവാസികളുടെ ഇടയിൽ നടന്നാൽ അതൊന്നും മൈൻഡാക്കില്ല. അവരിപ്പോൾ ഇവിടെ കുറച്ച് പോലീസുകാർ വന്ന് കാവലിരിക്കുന്നത് എന്തിനാന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ വീട്ടിൽ എന്തിനാ ഇവർ പോലീസുകാർ വന്നിരിക്കേണ്ട ആവശ്യം? ഈ ആറളം ഫാമിലെ മുഴുവൻ വീട്ടിൽ ഇതുപോലെ പോലീസുകാർ പോയിരിക്കുമോ? ഈ ആളുകളുടെ വീട്ടിൽ ആന വരാതെ നോക്കിയിരിക്കുമോ? ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് വരുന്നതല്ലേ? ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് വരിക, അത് കഴിഞ്ഞിട്ട് അവർ പോവുക, പിന്നെ ഈ ആളുകളെ ഇങ്ങനെ നിരന്തരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇതാണ് ശരിക്കും നടന്നത്. ഇതൊരു തുടർക്കഥ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമീപ പ്രദേശങ്ങൾ തന്നെയാണ് ഈ പുനരധിവാസ മേഖല എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആനകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. പക്ഷേ ഈ പുനരധിവാസ മേഖലയിൽ ഇതുപോലെ വീട് കൊടുത്ത് സ്ഥലം കൊടുത്ത് ആളുകളെ പാർപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കണം, നേരത്തെ ഞങ്ങൾ ആനമതിലിൻ്റെ കാര്യം പറഞ്ഞു, ഏത് തരത്തിലായിരിക്കണം നിങ്ങളുടെ ഒരു നിർദ്ദേശത്തിൽ ഈ വന്യജീവികളിൽ നിന്ന് മനുഷ്യജീവനുകളെ സംരക്ഷിക്കൽ? ഇപ്പോൾ ഈ ആറളം ഫാം ആയിരുന്ന സമയത്ത് ഈ ഫാമിനകത്ത് ഒരു ആന പോലും കയറിയിട്ടില്ല. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇത് ഫാമായിട്ട് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിനകത്ത് ആന വന്നിട്ടില്ല. ആദിവാസികൾക്ക് ഈ ഭൂമി കൊടുത്തപ്പോൾ മാത്രമാണ് ഇതിനകത്ത് ആനയുടെ വികാരം തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ റൗണ്ട് മൊത്തം ബെന്തോസാക്കി ഫെൻസിങ് ഷോക്ക് ലൈൻ കൊടുത്തപ്പോൾ ഒരു ആനയും ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഫാമിൻ്റെ പുറത്തൂടെ മാത്രമാണ് ആന നടന്നത്. ഇപ്പോൾ ആദിവാസികൾ വന്നപ്പോഴാണ് ഫാമിൻ്റെ അകത്ത് മൊത്തം ആനയായത്. അപ്പോൾ ഇത് ഗവൺമെൻറ് മനഃപൂർവ്വം ഈ ആളുകളെ ഇവിടുന്ന് കുടിയിറക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണോ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. ഇപ്പോൾ ആന വരുമ്പോൾ ആളുകൾ ജീവനെ പേടിച്ച് എല്ലാവരും ഇറങ്ങിപ്പോവും. എന്നിട്ട് ഗവൺമെൻറ് പറയും ഞങ്ങൾ ഭൂമി കൊടുത്ത് ആദിവാസി നിൽക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിങ്ങനെ കൈയൊഴിയുന്ന ഒരു നടപടിയിലേക്ക് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ആനമതിലൊന്നും ഇതുവരെ കെട്ടിപ്പൂർത്തിയാക്കാത്തത്. അല്ലെങ്കിൽ അത് നേരത്തെ കെട്ടിപ്പൂർത്തിയാക്കി. ഇപ്പോൾ ആനമതിലില്ലാത്ത സമയത്ത് പാമായിരുന്നപ്പോൾ ഇതിനകത്ത് ആന ഇല്ലായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല? ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ആന വരുന്നത്?
ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ അനീഷിൻ്റെ മരണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ രേഖാമൂലം അതല്ലെങ്കിൽ നേരിട്ട് സർക്കാരിനെ അറിയിക്കുന്നതിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? സർക്കാരിന് ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കുടിൽക്കെട്ടൽ സമരം പോലും നമ്മൾ നടത്തിയത് ഇവിടുത്തെ ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ആനമതിൽ വന്നത് പോലും. നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിൽപ്പ് സമരം നടത്തിയിട്ടുണ്ടായി. ഈ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആനമതിൽ വന്നത്. എന്നിട്ട് ഇത്ര വർഷമായിട്ട് അത് കെട്ടിപ്പൂർത്തിയാവുന്നില്ല. ഗവൺമെന്റിന് ഇവിടുത്തെ ആളുകളുടെ ദുരിതവും പ്രശ്നവും എല്ലാം പറഞ്ഞുകൊണ്ട് മെമ്മോറാണ്ടോ രേഖയൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇത് കണ്ടില്ല എന്ന് അടിക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്നു. ഒരു കാര്യം കൂടി, അനീഷിന്റെ കുടുംബത്തെ സർക്കാർ എങ്ങനെ സഹായിക്കണമെന്നാണ്? അനീഷിന്റെ കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണം. ആ കുട്ടികൾക്ക് എത്ര വരെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ അത്ര വരെ സർക്കാരിന്റെ ചെലവിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു തീരുമാനം സർക്കാർ എടുക്കണം. അതിനോടൊപ്പം അനീഷിന്റെ ഭാര്യയ്ക്ക് ഒരു ഗവൺമെന്റ് ജോലിയും കൊടുക്കണം. ഗവൺമെന്റ് ജോലിയും പിന്നെ മാന്യമായിട്ടുള്ള, ഇപ്പോൾ ഏതായാലും മരിച്ചുപോയി, ഇനി ജീവൻ എന്തായാലും തിരിച്ചു വരില്ല. അപ്പോൾ മാന്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. അത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരുമ്പോൾ അവർ ആ സ്പോട്ടിൽ വെച്ച് ചെയ്യാറുണ്ട്. ആദിവാസികൾക്ക് വരുമ്പോൾ അത്തരം ഒരു കാര്യങ്ങളെ നടക്കാറില്ല. തീർച്ചയായും ഇതാണ് CK ജാനു ആർലം ഫാമിൽ കൊല്ലപ്പെട്ട അനീഷിൻ്റെ വീട്ടിൽ വന്ന് സന്ദർശനം നടത്തി സർക്കാരിനോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരോടും പറയുന്ന നിലപാട്. ആർലം ഫാമിലെ അനീഷിൻ്റെ വീട്ടിൽ നിന്നും അഫ്ലവിനോടൊപ്പം ഷിജിത്ത്, ഏഷ്യാനെറ്റ്.